ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നതിനേക്കാൾ ഉപരി രാജ്യത്തിന്റെ ഭാഗമാകാൻ, രാഷ്ട്ര പുരോഗതിയുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചു എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെയുണ്ട്. ഞാനും എൻ്റെ ഇക്കായും എൻ്റെ മക്കളും ഞങ്ങളൊക്കെ വോട്ട് ചെയ്തു. അപ്പോ നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഇന്നത്തെ സമീപകാല സാഹചര്യങ്ങളെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഒന്നും മറക്കാനായിട്ടില്ലല്ലോ. ഒരു ചെറിയ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ശരി, മുടി രണ്ടായിട്ട് പിന്നിയിടണമെന്ന് യൂണിഫോമിന്റെ ഭാഗമായിട്ട് സ്കൂളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശമാണ്. എൻ്റെ മോള് പഠിച്ചത് ചെറിയ പ്രായത്തിലെ തന്നെ LKG UKG വേറെ സ്കൂളിൽ പഠിച്ചു. 1ാം ക്ലാസ് മുതൽ കാർമൽ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ മോള് പഠിച്ചത്, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോ ആ വഴുതക്കാടുള്ള സ്കൂള്, ആ സ്കൂളിൽ നമ്മൾ ചേരാൻ പോകുമ്പോൾ തന്നെ പറയും ഇവിടെ തട്ടമിടാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടെങ്കിലേ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂ, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മളോട് അത് അവർ ആദ്യം തന്നെ പറയും. അങ്ങനെ കുറച്ച് സ്കൂളുകളുണ്ട്. നമ്മൾ അവിടെ എങ്ങനെയെങ്കിലും ഒരു സീറ്റിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ യൂണിഫോമിന് മേലെ ഹിജാബ് ധരിക്കണം എന്ന ആവശ്യവുമായിട്ട് അവിടെ ചെല്ലുന്നത് നെറികേടാണ്. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഒക്ടോബർ 7-ാം തീയതി നടന്നത് നമ്മൾ മറന്നിട്ടില്ലല്ലോ. എന്തിനായിരിക്കും ഒക്ടോബർ 7 തന്നെ തെരഞ്ഞെടുത്തത്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. അപ്പൊ ഈ സെപ്റ്റംബർ മാസവും ഒക്ടോബർ 6-ാം തീയതി വരെയും വേണ്ടാത്ത തട്ടം എങ്ങനെയാണ് ഒക്ടോബർ 7-ാം തീയതി അതിനുവേണ്ടി ഒരു സമര വിപ്ലവത്തിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരെ രംഗത്തിറക്കിക്കൊണ്ട് നടക്കുന്നത്? ആ മുദ്രയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. കേരളത്തിലെ തീവ്രവാദ സംഘടനകൾ ഗാസാ ദിനമായിട്ട് ആചരിക്കുന്ന ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി 1400 പേരുടെ ജീവനെടുത്ത് 257 പേരെ ബന്ദികളാക്കി ഇസ്രയേലിൽ ചോരപ്പുഴ ഒഴുക്കിയ ഒക്ടോബർ 7 എന്തിന് തിരഞ്ഞെടുത്തു? ജൂൺ മുതൽ പഠിക്കുന്ന കുട്ടി, ഒക്ടോബർ 6-ാം തീയതി വരെ ഹിജാബ് വേണ്ടാത്ത കുട്ടി, പോപ്പുലർ ഫ്രണ്ടുകാരുമായി SDPI നേതാവുമായിട്ട് സ്കൂള് വളയുന്നു. എന്തിന്? മാനേജ്മെന്റ് കുട്ടിയെ ഉപദേശിക്കുന്നു, പാരന്റ്സിനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥലത്തെ SDPI ഭാരവാഹികളാണ് സ്കൂളിൽ വന്ന് ബഹളമുണ്ടാക്കുന്നത്. കന്യാസ്ത്രീയുടെ തലയിലെ ശിരോവസ്ത്രത്തെ അപമാനിച്ച് വീഡിയോ ഇടുന്നു, ലൈവ് ഇടുന്നു, വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു. ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അരിയും മലരും കുന്തിരിക്കത്തിനും ഒക്കെ വില കൂടിയ നാടാ. വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാരെന്ന് പറഞ്ഞ് കുട്ടിക്കാലന്മാർ ഇരുമ്പ് നിക്കറിട്ട് മുതുകാലന്മാരുടെ തോളിലിരുന്ന് നിഷ്കളങ്കത ചമഞ്ഞ് വെല്ലുവിളിച്ച, മുദ്രാവാക്യം മുഴക്കിയ ആ നാട് പരിചയമുണ്ടോ ഇപ്പോ? അതെ, പശ്ചിമ കൊച്ചിയിലെ പള്ളുരുത്തി പ്രദേശത്തെ ആളുകൾക്ക് കഴിഞ്ഞ 20 വർഷമായി ആ നാട്ടിലെ നടമാടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കേന്ദ്രത്തെ വളരെ നന്നായിട്ട് അറിയാം. മാധ്യമങ്ങൾക്കറിയാം. അറിയുന്നവരെല്ലാവരും അറിയുന്ന എല്ലാ സത്യങ്ങളും വിളിച്ചു പറയില്ലല്ലോ. സഹവർത്തിത്വത്തോടുകൂടി ഈഴവരും നായരും കൊങ്കണികളും ക്രിസ്ത്യാനികളും പരമ്പരാഗതമായിട്ടുള്ള മുസ്ലിങ്ങളും ഒക്കെ താമസിച്ച സ്ഥലമായിരുന്നു അത്. അവിടെ പിന്നീട് തീവ്രവാദികളായിട്ടുള്ള ഇസ്ലാം മത രാഷ്ട്രവാദക്കാരായിട്ടുള്ള ആളുകൾ നുഴഞ്ഞു കയറുന്നു. 15 വർഷത്തോളമായി നിരന്തരമായി ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതിപാദിക്കുന്നുണ്ട്. സത്യം തുറന്നു പറയുന്നവരെ സംഖ്യയെന്നും ക്രിസംഖ്യയെന്നും പറഞ്ഞു മാറ്റി നിർത്തുകയും പരിഹസിക്കുകയും ചെയ്താൽ പറഞ്ഞത് തീരില്ല, പറയാതെയും ഇരിക്കില്ല. കനത്ത ഫീസ് വാങ്ങി കൊച്ചി രൂപതയുടെ സന്യാസിനിമാരുടെ മാനേജ്മെന്റ് സ്ഥാപനമാണ് പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂൾ, CBSE വിദ്യാലയം. സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ട ഈ പെൺകുട്ടി പണം നോക്കി തന്നെയാണ് ജൂണില സ്കൂളിൽ ചേർന്നത്. അല്ലാതെ ക്രിസ്തുവിന്റെ ദയയും കാരുണ്യവും ക്രിസ്തുമതം ശരിയാണെന്ന് വിശ്വസിക്കുകയും അതിനെ ഒന്ന് മാതൃകയാക്കുകയും ചെയ്തിട്ടല്ല. അടുത്തുള്ള 2 സ്കൂളിൽ നിന്നും TC വാങ്ങി വന്ന പെൺകുട്ടി. ഒന്നുകിൽ പണം, അതല്ലെങ്കിൽ ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാം. പിന്നെ അഡ്മിഷൻ നൽകിയവർ മതമല്ല നോക്കിയത്, പണമാണ്. സമയമായപ്പോൾ അവരുടെ ഹിജാബ് അവർ പുറത്തെടുത്തു.
യൂണിഫോം വസ്ത്രത്തിൽ മാത്രം മതിയോ? പോരാ, തലമുടി കെട്ടുന്നതിൽ വേണ്ടേ? മതചിഹ്നങ്ങൾ അണിയാൻ കഴിയണം. എന്റെ സ്കൂളിന്റെ നിയമാവലിയിൽ അത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവർ സമരം ചെയ്തു. ന്യൂനപക്ഷ സ്കൂളുകളിൽ അത് അനുവദിക്കുമോ? ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സൂക്ഷ്മമായിട്ടുള്ള പരിമിതി തീവ്രവാദ സംഘടനകൾ മതവിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ഒരു മുസ്ലിം സ്കൂളില് പോയിട്ട് ഹിന്ദു കുട്ടികൾക്ക് അവരുടെ പുസ്തകങ്ങൾ പൂജ വയ്ക്കണം, ക്രിസ്ത്യാനികൾക്ക് പുൽക്കൂട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞവർ സമ്മതിക്കുമോ? ചില യത്തീംഖാനകളിൽ നിന്ന് കുട്ടികൾ പോകുന്നത് കണ്ടിട്ടില്ലേ? ഇസ്ലാമിക മതവേഷം ധരിച്ചിട്ട് വരി വരിയായിട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ ഈ മതചിഹ്നങ്ങൾ തീവ്രവാദ അജണ്ടയായി മാറുന്നു എന്നത് പൊതുസമൂഹത്തിലെ എല്ലാവരിലും കാണുന്ന, പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി മറ്റൊരു തീവ്ര നിലപാട് സ്വീകരിച്ചു. ഹൈബി ഈഡനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ചേർന്ന് ഏകപക്ഷീയമായി പ്രശ്നം പരിഹരിച്ചു എന്ന് ഈ പരാതിക്കാരിയായ കുട്ടിയുടെ പിതാവിന്റെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് പരലോകമാണ്, മതമാണ്, പടച്ചവന്റെ ശിക്ഷാരീതിയാണ് ഞങ്ങൾക്ക് പ്രധാനമെന്ന് പറഞ്ഞവർ ഹൈബി ഈഡനെ കണ്ടപ്പോൾ മലക്കം മറിഞ്ഞു, ഞങ്ങൾക്ക് തട്ടം വേണ്ടെന്നായി. മുഹമ്മദ് ഷിയാസ് എന്ന കോൺഗ്രസ് നേതാവാണ് ഈ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കുന്നത്. SDPIക്കാർ സ്കൂളിലെത്തി ബഹളം നടന്നു. ഒരക്ഷരം മിണ്ടാതെ ഹൈബി ഈഡനും ഷിയാസും RSS BJP വിരോധം പറഞ്ഞുകൊണ്ട് പ്രശ്നം തൊലിപ്പുറത്ത് പരിഹരിച്ചു. മാനേജ്മെന്റ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് ശക്തമായി ഉയർത്തിപ്പിടിച്ചു നിന്നു. ഹിജാബ് വേണ്ട എന്ന നിലപാട് എടുത്താൽ പോലും ഈ പ്രശ്നം താൽക്കാലികമായിട്ടേ തീരത്തുള്ളൂ, നാളെ വീണ്ടും ഈ പ്രശ്നം വരും. അപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ആരാണ്, എവിടെയാണ് പ്രശ്നക്കാർ? ലെബനോനും അർമേനിയയും ഒക്കെ, ബംഗ്ലാദേശ്, അവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെയും സംഭവിക്കുമെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരു സഹായകരമായി. 2026 ഭരണം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിനു വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് പിടിക്കുന്നത് എന്ന് പറഞ്ഞ ലീഗ് നേതാവ് മറന്നിട്ടില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറഞ്ഞതാ. ഇടതുപക്ഷവും ഭരണത്തിലേറി കഴിഞ്ഞാൽ സംവിധാനങ്ങളൊക്കെ ഒരു പ്രത്യേക മതത്തിനു വേണ്ടിയാകും എന്ന് അറിയുന്നവർക്കറിയാം. കുട്ടികൾ മതചിഹ്നങ്ങൾ ധരിച്ച് തന്നെ സ്കൂളിൽ വന്ന് പഠിക്കട്ടെ, പഴയ പ്രാകൃത കാലത്തിലേക്ക് പോകുമെന്നല്ലേ ഉള്ളൂ, ഒന്ന് പോയിട്ട് വരട്ടെ എന്ന ചിന്താഗതി ഇനി വരും. മുനമ്പം വിഷയത്തിലും ഗാസ വിഷയത്തിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളുടെ ഒപ്പം നിന്ന് മതതീവ്രവാദത്തോട് മൃദു സമീപനം പുലർത്തുന്ന നിലപാടെടുത്തത് ഹിജാബിന്റെ പേരിലും വഖഫിന്റെ പേരിലും പൊതു സിവിൽ കോഡിന്റെ വിഷയത്തിലും NRC CAA വിഷയത്തിലും ഒക്കെ നമ്മൾ കണ്ടതാ. ഭയം വേണ്ട, ഒന്ന് പേടിച്ചാ മതി എന്നുള്ള അവസ്ഥയാണ് ഇവര് ഭരണത്തിൽ വരുമ്പോഴേക്കും നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വയ്ക്കേണ്ടത്. നമ്മുടെ കമ്മ്യൂണിറ്റിയെ പഠിപ്പിക്കേണ്ടതും അത് തന്നെയാണ്. ഭയം വേണ്ട, പേടി മതി. എങ്ങനെയുണ്ട്? ഇവിടെ ജനാധിപത്യമൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ പോകും മുമ്പ് ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോളാൻ പറയുക. വോട്ട് ചെയ്യാൻ പോകണം. ഒരു നിമിഷം ഇതൊന്ന് കണ്ടിട്ടു. വ്യക്തമല്ല. ഇത് കുറച്ചു നാൾ മുമ്പ് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ ന്യൂനപക്ഷമാണ് ഈ വിഭാഗം ആലപ്പുഴയിൽ. എന്നിട്ടും ഇവർ ഈ വേഷത്തിൽ തെരുവിലിറങ്ങി. വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടല്ലോ, ആർക്കെതിരെയാണ് എന്ന് കേട്ടല്ലോ. അവസാനം ഈ സമരം നടത്തി, ഈ പ്രതിഷേധം നടത്തി മണിക്കൂറുകൾക്കകം ഇവിടുത്തെ സർക്കാർ അവരെടുത്ത ഒരു തീരുമാനത്തിൽ, ഒരു നിയമനത്തിൽ നിന്ന് പിൻവാങ്ങി. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ആ IAS ആലപ്പുഴയുടെ കളക്ടറായി കേരള സർക്കാർ നിയമിച്ചു. അതിനെതിരെയാണ് ഇവർ തെരുവിലിറങ്ങിയത്. കാരണം അയാൾ ഒരു അപകട മരണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അയാളാണോ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ സുഹൃത്താണോ വണ്ടി ഓടിച്ചത് എന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അത് കേസായി. ഒരു മാധ്യമപ്രവർത്തകനാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. അതിനുശേഷം ഇയാൾ നിയമ നടപടിക്ക് വിധേയനായി. അയാളുടെ കേസും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാൾ നിയമപരമായി തന്നെ സർവീസിൽ തിരിച്ചു കയറുന്നു. തിരിച്ചു കയറിയ ഒരാൾക്ക് തീർച്ചയായിട്ടും സ്ഥാനം കൊടുത്തേ പറ്റൂ. അങ്ങനെ വന്നപ്പോൾ കേരള സർക്കാർ മന്ത്രിസഭ ഇയാളെ ആലപ്പുഴയിലെ കളക്ടറായിട്ട് നിയമിക്കുന്നു. ആരെ? ഈ ശ്രീറാം വെങ്കിട്ടരാമനെ. അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ തെരുവിലിറങ്ങിയത്. കാരണം മരണപ്പെട്ട ആൾ ഞമ്മന്റെ ആളാണ്. അത് മാത്രമാണ് കാരണം കേട്ടോ. അല്ലാതെ ഇവിടെ വാഹനാപകടങ്ങൾ. ശ്രീറാം വെങ്കിട്ടറാം അല്ല വണ്ടി ഓടിച്ചിരുന്നത്,
വണ്ടി ഓടിച്ച സ്ത്രീ തന്നെ വന്ന് പറഞ്ഞു 2 മണിക്ക് സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും ഉറക്കിക്കിടത്തിയിട്ട് പോയതാണ്. മദ്യലഹരിയിൽ വണ്ടി ഇടിച്ചു ഒരാളെ കൊന്നു. പക്ഷേ എവിടെയും വെങ്കട്ടറാമിന്റെ പേര് മാത്രം ഉറച്ചു നിന്നു. കാരണം എന്താ? എതിർഭാഗത്തുള്ളത് പർദ്ദയും മക്കനെയും ഇട്ട താത്താക്കുട്ടിയായിരുന്നു. അതുമായിട്ട് നടക്കുന്നൊന്നുമല്ല ലോകത്ത്. ഇഷ്ടം ഡെയിലി എന്നവണ്ണം നടക്കുന്നു, ദിവസേന എന്നവണ്ണം വാഹനാപകടവും അപകടവും മരണവും നടക്കുന്നു. പക്ഷെ ഈ കേസിൽ മരണപ്പെട്ട ആൾ ഞമ്മന്റെ ആളാണ്. അതുകൊണ്ട് ഞമ്മന്റെ ആളെ കൊന്ന അല്ലെങ്കിൽ കൊല്ലാൻ കാരണമായിട്ടുള്ള, ഇപ്പൊ കൊന്നോ ഇല്ലേ എന്ന് കോടതിയാണ് പറയുന്നത്, നമ്മളോ നിങ്ങളോ ഒന്നുമല്ല. അപ്പൊ അതിന് കാരണക്കാരനാണ് എന്ന് അവർ വിശ്വസിക്കുന്ന ശ്രീറാം വെങ്കട്ടരാമനെ ഈ ജില്ലയിലെ കളക്ടറാക്കാൻ പറ്റില്ല. തെരുവിലിറങ്ങി വേഷം നോക്കുക, തെരുവിലിറങ്ങി അലമുണ്ടാക്കി. അവിടെ വളരെ ന്യൂനപക്ഷമാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയാണ്ട് 80% പോലും കൈതൂരും മറ്റൊക്കെയാണ്. മുസ്ലിം വിഭാഗം വളരെ കുറവാണ്. എന്നിട്ടും അവരവിടെ തെരുവിലിറങ്ങി സമരം നടത്തി, പ്രതിഷേധം നടത്തി. സർക്കാർ അതിൽ പേടിച്ചു, ആ ഉത്തരവ് പിൻവലിച്ചു. അവർക്ക് അവിടെ കളക്ടറാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ അവസ്ഥയിൽ പോലും അവർ ഇവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. അതാണ് ഭരണത്തെ എനിക്ക് അത് തന്നെ പറയാനുള്ളത്. അവരൊക്കെ നിയന്ത്രിക്കുന്ന പാർട്ടികൾക്ക് തന്നെ വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇന്ന് ഭരണവിഭാഗം പോലും അവരെ ഭയപ്പെടുന്നെങ്കിൽ അവരെ തന്നെ നേരിട്ട് നിങ്ങൾ അധികാരത്തിലെത്തിച്ചാൽ എന്താകും നാളെ അനുഭവിക്കാൻ പോകുന്ന ദുരവസ്ഥയെന്നൊന്ന് ചിന്തിച്ചാൽ മതി. നന്ദി.